ഹായ്, ഇന്ന് എനിക്കൊരു പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചച്ചക്ക സ്മോളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു ഉണ്ട്, അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ചക്കക്കുരു കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഏറ്റവും എളുപ്പം വേവിക്കാൻ. ഒറ്റ വിസിൽ അടിച്ചാൽ അത് വെന്ത് കിട്ടുന്നതാണ്, സോഫ്റ്റായി കിട്ടും. മൺചട്ടിയിൽ വേവിക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം. ഞാനിത് മൺചട്ടിയിൽ വേവ് കുറവായപ്പോൾ കുക്കറിലിട്ടൊന്ന് പെട്ടെന്ന് വിസിലെടുത്ത് അത് വേവിച്ചെടുത്തു. ഇനി ചെറിയ ഉള്ളിയും ഗാർലിക്കും ചില്ലി ഫ്ലേക്സൊക്കെ കറി ലീവ്സും എല്ലാം ഇട്ടിട്ടൊന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ചുമന്നുള്ളി കുറേ ഇടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അത് കിട്ടുക. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ചില്ലി ഫ്ലേക്സും ഇടാം. എരിവിനനുസരിച്ച് ഇടാം. നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കോക്കനട്ടും ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട്, അപ്പോൾ അതും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചക്ക കൊണ്ട് ചക്ക പുഴുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് വേറൊരു തരത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചക്ക അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വേവിക്കുമ്പോൾ വെള്ളം അതിൽ ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. വെള്ളം കൂടുമ്പോൾ അത് വറ്റി വരാനുള്ള സമയം ഒരുപാട് എടുക്കും. അങ്ങനെ ചക്കയുടെ വെള്ളം വറ്റി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളം കൂടിയത് കൊണ്ട് കുറേ ടൈം എടുത്തിട്ട് അത് വറ്റിയാണ്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആവുന്നതിന് മുമ്പേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഓഫാക്കിയിട്ടു. കുറേ സമയം എടുത്ത് ചക്ക മുറിക്കാനും കട്ട് ചെയ്യാനും ക്ലീനിങ് സമയമെടുക്കും. പിന്നെ ഒരു പ്രാവശ്യം ചക്ക കിട്ടുമ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് റെസിപ്പി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് വൈറ്റ് സോസ് പാസ്തയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് വേവിച്ച് വെച്ചു. കുറച്ച് പാസ്ത എടുത്തിട്ട് നന്നായി ബോയിൽ ചെയ്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഒരു ബട്ടറും മിൽക്കും പിന്നെ മൈദ ഉണ്ടെങ്കിൽ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ അതിൻ്റെ വൈറ്റ് സോസാണ്. വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ ബട്ടറിൽ 2-3 സ്പൂണ് മൈദ ഇട്ട് മിൽക്ക് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നതാണ് ഈ വൈറ്റ് സോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നമ്മൾ
ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ചീസ് എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് വൈറ്റ് സോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് പാസ്ത ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് സോസ് പാസ്തയായി. മൈദ ഇട്ടു. മൈദ കട്ട പിടിക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ഫ്ലെയിം കൂടുതലാണെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കാൻ സാധ്യത. അപ്പോൾ ഇത് പൊടിയിട്ടിട്ടൊന്ന് വേഗം ഇളക്കി മിൽക്ക് ഒഴിക്കുന്നതായിരിക്കും എളുപ്പം. അത് ഇത്തിരി കട്ട പിടിച്ച പോലെ എനിക്ക് തോന്നി. മൈദ പെട്ടെന്നിട്ടൊരു എണ്ണ എളുപ്പം. മിൽക്ക് ഒഴിച്ച് ഇത്തിരി കട്ട പിടിച്ചിട്ടുണ്ടാകും. കട്ട പിടിക്കണതൊക്കെ മാറ്റി ഇതാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും. പിന്നെ ഇതിൽ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മിക്സ് ചെയ്യാം. ചിക്കനൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തതോ ഉപ്പും കുരുമുളകിട്ട് വേവിച്ചെടുത്തതോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയതും ഇതിൽ കൂടെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് ചിക്കൻ ഉണ്ടെങ്കിലാണ് കൂടുതലും ഇഷ്ടമാവുക. ചില പിള്ളേർക്ക് കുഴപ്പമുണ്ടാവില്ല. ഫ്ലേക്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറവായിരിക്കും നല്ലത്. പിന്നെ വലിയവരൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി എരിവ് സ്പൈസ് ആവണതായിരിക്കും ഇഷ്ടം. അങ്ങനെ ഒറിഗാനോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. നമുക്കിനി ഇപ്പം തന്നെയാണ് ഇതിൽ പാസ്ത ആഡ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. ഇതിൽ പാസ്ത ആഡ് ചെയ്യാം. ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. അപ്പോൾ പാസ്ത നേരത്തെ എല്ലാം റെഡിയാക്കിയിട്ട് വേണം ഈ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ്. സോൾട്ട് പറഞ്ഞാൽ നല്ല കറിയിലിടുന്ന പോലെ ഇടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ഒരു സോൾട്ടിൻ്റെ ടേസ്റ്റ് വരാനും ഒക്കെയാണ്. ഞാൻ പാസ്ത ആഡ് ചെയ്യാൻ പോകുന്നു. പാസ്ത ഇതൊക്കെ തീ ഓഫാക്കിയിട്ടിട്ട് മിക്സ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്നത് കേക്കിൻ്റെ പോലെ ബേക്ക് പോലെ ആയിട്ട് വരുന്നതാണ്. മിക്സ് ചെയ്തു. എന്നിട്ട് അതിൽ നമ്മുടെ ചീസില്ലേ, നമുക്ക് എന്തൊക്കെ ചീസ് കിട്ടണോ അതൊക്കെ ഇതിൽ മിക്സ് ചെയ്യാം. ചീസും ഒപ്പിട്ടിട്ട് നമുക്ക് ഇളക്കാം. ചീസും ചിക്കൻ്റെ ഇതുണ്ടെങ്കിൽ അതും ഇതിൽ മിക്സ് ചെയ്യാം. ഞാൻ ഇതിൽ ചിക്കനൊന്നും മിക്സ് ചെയ്തിട്ടില്ല. ഞാൻ സൈഡിൽ ചിക്കൻ കറി ആയിട്ടാണ് കൊടുത്തത്. കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് സൈഡിൽ വെച്ച് കൊടുക്കുക ചെയ്ത് പിള്ളേർക്ക്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് സോസൊക്കെ ഒഴിച്ചിട്ടാണ് അവർ കഴിച്ചത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്, വൈറ്റ് സോസ് പാസ്ത. എരിവില്ല, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചീസ്, സോസ്, അങ്ങനെയുള്ള ചിക്കൻ എല്ലാം ഇതിൽ മിക്സിങ് ആണല്ലോ. അപ്പോൾ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടമാവുക. എൻ്റെ കയ്യിൽ ട്രയാങ്കിളിൻ്റെ ഷേപ്പുള്ളൊരു ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ സ്ക്വയർ പീസുള്ള ചീസ് അതും അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ഈവനിങ്ങിന് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും എളുപ്പമുള്ള റെസിപ്പിയാണിത്. തീ ഓഫാക്കാൻ ഇത്തിരി മറന്നു പോയിട്ടുണ്ട്. അതുതന്നെ ഇത് പെട്ടെന്നത് കട്ട പിടിക്കും തോന്നി. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് ആ ചീസൊക്കെ അതിൽ മെൽറ്റായി ഈ പാസ്തയുടെ ഇതിൽ മിക്സായി വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം.
ഓക്കെ, താങ്ക് യു. നമ്മുടെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.